ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ആർ ദ കളേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ്സ് ദ ഗിവൺ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ മാപ്സ്? അപ്പോൾ മാപ്സിൽ ഈ നാച്ചുറൽ വെജിറ്റേഷൻ അതേപോലെ വാട്ടർ ബോഡീസും ഇൻഡിക്കേറ്റ് ചെയ്യാൻ സൂചിപ്പിക്കാൻ ഏത് കളറാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇപ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്ലാന്റ്സൊക്കെ അധികം എന്തായിരിക്കും, പച്ച കളറായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഗ്രീൻ കളർ. ഓക്കെ, വാട്ടർ ബോഡീസ് ബ്ലൂ കളർ. ഓക്കെ, നാച്ചുറൽ വെജിറ്റേഷൻ ഗ്രീൻ കളറും അതേപോലെ വാട്ടർ ബോഡീസ് ബ്ലൂ കളറുമാണ്. ഇനി അടുത്തത് റൈറ്റ് എനി ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലീഡിങ് ടു സോയിൽ ഡിപ്ലീഷൻ. മണ്ണ് ശോഷണം സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഏതെങ്കിലും 2 ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നമുക്ക് എന്ത് എഴുതാം, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ. അൺസയൻറ്റിഫിക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് സോയിൽ പൊല്യൂഷൻ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി, 2 മാർക്കിനാണെങ്കിൽ. ഓക്കെ, ഇനി റിക്വേദിക് സൊസൈറ്റീനെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? സോൾജിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 എന്താണ്? പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ. എങ്ങനെയാണ് റിക്വേദിക് സൊസൈറ്റീനെ ക്ലാസിഫൈ ചെയ്തത്? 3 ആയിട്ടാണ്: പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ. ഓക്കെ, പ്രീസ്റ്റ്, സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ. ഓക്കെ, ഇനി ഹൗ ഡസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ലൈഫ് ഫോംസ്? ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് മനുഷ്യന് ഭീഷണിയായി തീരുന്നത്? ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ് ഓഫ് ദ എർത്തിലെ പല ജീവികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ ഗ്ലോബൽ വാർമിംഗ് ഒരു ഭീഷണിയാണ്. എന്തുകൊണ്ടാണ്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് പോളാർ ഐസ്. പോളാർ ഐസ്, അതായത് പോളിലുള്ള ഐസ്, മഞ്ഞുരുകുന്നതിലൂടെ സീ ലെവൽ ഉയരും. മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് പോളാർ ഐസ്. അതേപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലംസ് സച്ച് എസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ, ഇതിനൊക്കെ കാരണമാകും. അതേപോലെ ലെഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റത്തിലുള്ള പല തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഡിപ്ലീഷനും അത് കാരണമാകും. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെ കൊണ്ടുള്ള ത്രെറ്റ് എന്തൊക്കെയാണ്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് polar ice, destruction in the coastal ecosystem may lead to the problems such as food crisis, large scale migration, leads to the depletion of many species of plants and animals to the ecosystem. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write any 2 sources of information regarding the history of ancient തമിഴകം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ വന്ന അതേ ക്വസ്റ്റ്യനാണ്. ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ തമിഴകം അറിയാം, ഏൻഷ്യൻ തമിഴ് സോങ് എന്നറിയാം, കോയിൻസ്, ട്രാവലോഗ്സ്, തമിഴ് ഇൻസ്ക്രിപ്ഷൻ. എന്തൊക്കെയാണ്? ദ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്, ഏൻഷ്യൻ തമിഴ് സോങ്സ്, കോയിൻസ്, ട്രാവലോഗ്സ്, തമിഴ് ഇൻസ്ക്രിപ്ഷൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 4 ഫ്രം ക്വസ്റ്റ്യൻ 6 to 10. ഈച്ച് ക്യാരീസ് 3 സ്കോർ. ഇവാലുവേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഈജിപ്ഷ്യൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൽ ഈജിപ്ഷ്യരുടെ സംഭാവനകൾ ആണ്. അച്ചീവ്മെൻറ്റ് ഓഫ് ഈജിപ്ഷ്യൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ഫസ്റ്റ് ദേ ഫോർമുലേറ്റ് സോളാർ കലണ്ടർ, സൗര കലണ്ടർ, സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് സോളാർ കലണ്ടർ. ദേ ഫോർമുലേറ്റ് സോളാർ കലണ്ടർ. അപ്പോൾ സോളാർ കലണ്ടർ ഫോർമുലേറ്റ് ചെയ്തത് ഈജിപ്തുകാരാണ്. ആസ് വിത്ത് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്. ഇത് പ്രകാരം 365 ദിവസമാണ് ഒരു ഇയറിനുള്ളത്. എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 12 മന്ത്സ് ഓഫ് 30 ഡേയ്സ് ഈച്ച്. 30 ദിവസമുള്ള 12 മാസങ്ങളായിട്ട് അവർ ഡിവൈഡ് ചെയ്തു. ദ റിമൈനിങ് 5 ഡേയ്സ് വെർ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷൻ. ബാക്കിയുള്ള 5 ദിവസം അവർ സെലിബ്രേഷനായിട്ട് നീക്കി വെച്ചു. ഇനി അടുത്തത് റൈറ്റേഴ്സും അവരുടെ ബുക്സും നമ്മൾ എഴുതാനാണ്. അഭിജ്ഞാന ശാകുന്തളം ആരാണ് എഴുതിയത്? കാളിദാസനാണ്. ഓക്കെ, അമരസിംഹ അമരകോശനാണ്. മുദ്രരാക്ഷസം വിശാഖദത്തം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ എക്സ്പോണൻസ് ഓഫ് ലെസേഫിയർ തിയറി? എലൂസിഡേറ്റ് ദ തിയറി ഓഫ് ലെസേഫിയർ. അപ്പോൾ ലെസേഫിയർ തിയറി കണ്ടുപിടിച്ച ആരാണ്? ആഡം സ്മിത്ത് ആണ്. എക്സ്പോണൻറ്റ് ഓഫ് തിയറി ഓഫ് ലെസേഫിയർ ആഡം സ്മിത്ത്. തിയറി ഓഫ് ലെസേഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഗവൺമെൻറ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ ലിമിറ്റ് ചെയ്യുക. ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വലിന് കൂടുതൽ
ഫ്രീഡം കൊടുക്കും. ഇതാണ് ലെസേ ഫെയർ തിയറിയുടെ ബേസും. അത് കണ്ടുപിടിച്ചത് ആരാണ്? പിന്നെ ആഡം സ്മിത്ത് ആണ്. ഇനി അടുത്തത്, വാട്ട് വർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് ഓഫ് ആര്യൻസ് വെൻ ദേ മൈഗ്രേറ്റഡ് ഫ്രം സത്തം-സിന്ധു റീജിയൻ ടു ഗാൻജറ്റിക് പ്ലെയിൻ. ആര്യൻസ് സത്തസിന്ധു റീജിയനിൽ നിന്ന് എങ്ങോട്ട് പോയി? ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് പോയി. അപ്പോൾ അവിടെ അവർക്ക് തന്ന ചേഞ്ചസ് ആണ് എന്താണെന്നാണ് ചോദിച്ചത്. ലോർഡ് ഇന്ദ്ര ആൻഡ് അഗ്നി ലോസ്റ്റ് ദിയർ പ്രോമിനൻസ്. കോംപ്ലിക്കേറ്റഡ് എന്തൊക്കെയാണ്? ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ആര്യൻസ് ഇൻ ഗാൻജറ്റിക് പ്ലെയിൻ. അവരുടെ ബിലീഫിലും കസ്റ്റംസിലും ഒരുപാട് മാറ്റമുണ്ടായി. ലോർഡ് ഇന്ദ്ര ആൻഡ് അഗ്നി ലോസ്റ്റ് ദിയർ പ്രോമിനൻസ്. Complicated and complex way of worship. The gods like Prajapati and Vishnu become more and more important means of worship and religious practices. Next question ആണ്, mention the role of Umanar in the trade of ancient Tamilagam. Ancient Tamilnadu ഉമനാറിൻ്റെ പങ്കെന്താണെന്ന്. റോൾ ഓഫ് ഉമനാർ ഇൻ ദ ട്രേഡ് ഓഫ് ഏൻഷ്യൻ തമിഴകം നോക്കാം. ദേ കളക്റ്റഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സോൾട്ട് ഫ്രം ദ കോസ്റ്റൽ ഏരിയ. അവർ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് എന്തൊക്കെ കളക്ട് ചെയ്തത്? ഡ്രൈഡ് ഫിഷും അതേപോലെ സാൾട്ടും ഉപ്പും. ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് അതർ തിനാസ്. എന്നിട്ട് മറ്റുള്ള തിണയെ പോയിട്ട് ഇത് അവർ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. The spices collected by the Umanar were sold at the trade centers in the coastal towns from where they were exported to foreign countries. അപ്പം കച്ചവടത്തിൽ വളരെയധികം വലിയൊരു പങ്ക് വഹിച്ച ആൾക്കാരാണ് ഉമനാർ. ഇനി അടുത്തത്, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ടു ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിന് ബുദ്ധിസത്തിൻ്റെ പങ്ക് എന്താണ്? The administrative system of Sanghas, which were formed to spread in Buddhism, helped the growth of democratic and value-oriented awareness in the society. The administrative system of Sanghas. ഇപ്പോൾ സംഘാസാണ് അത് ഒരുപാട് പിന്നെ ഡെമോക്രാറ്റിക്, അതായത് ജനാധിപത്യ ബോധവും അതേപോലെ തന്നെ അവയർനെസ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഫോർ സ്പ്രെഡിങ് ബുദ്ധിസം മെനി കേവ്സ്, ചെയ്താസ്, വിഹാരാസ് ആൻഡ് പില്ലേഴ്സ് വെർ ബിൽഡ്. ഇപ്പം ബുദ്ധിസം പ്രചരിപ്പിക്കാനായിട്ട് കുറേ കേവ്സ് ഉണ്ടാക്കി, ടെമ്പിൾസ് ഉണ്ടാക്കി, വിഹാരാസ് ഒക്കെ ഉണ്ടാക്കി. ദീസ് വെർ എവിഡൻസ് ഫോർ ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് അഗ്രികൾച്ചർ. ഇതൊക്കെ അവരുടെ ആർട്ടിലും അഗ്രികൾച്ചറിലുള്ള പുരോഗമനമാണ് കാണിക്കുന്നത്. പ്ലേഡ് എ മേജർ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെയ്ബറിങ് കൺട്രീസ്. ഇന്ത്യയും അതേപോലെ തന്നെ നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം സഹായിച്ചു. ദ ബുദ്ധിസ്റ്റ് വിഹാര പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇനി അടുത്തത്, അറേഞ്ച് ഇൻ ദ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ. അപ്പം ഗാന്ധിജി, ചാണക്യ, ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്ത് ഇത്രയാണ് തന്നത്. അർത്ഥശാസ്ത്ര, വെൽത്ത് ഓഫ് നേഷൻ, ഹിന്ദ് സ്വരാജ്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗാന്ധിജി എന്താണ്? ഹിന്ദ് സ്വരാജാണ്. അതേപോലെ തന്നെ ചാണക്യ, ഗാന്ധിജി ഹിന്ദ് സ്വരാജ്, ചാണക്യ അർത്ഥശാസ്ത്ര, ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ. 4 മാർക്കാണ്. ഇനി അടുത്തത്, ഫങ്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ് എന്താണ്? അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജസിനെയും ഒക്കെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻ്റ് ആണ്. എന്തൊക്കെയാണ്? അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇനി അടുത്തത്, നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ 12 മെമ്പേഴ്സിനെയും അതേപോലെ തന്നെ ലോക്സഭയിലെ 2 മെമ്പേഴ്സിനെയും ആർക്ക് നോമിനേറ്റ് ചെയ്യാം? പ്രസിഡൻറ്റിന് നോമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എഴുതാം, ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ആംഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡറായിട്ട് ആരാണ്? പ്രസിഡൻ്റാണ്. ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സ്. ഇനി ഗിവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിന് പെർമിഷൻ നൽകുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. ഗിവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. പിന്നെ ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഇനി ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻസ്. ദയാഹർജി ഉണ്ടാവില്ല, അതിൽ ഡിസിഷൻ എടുക്കുന്നതും പ്രസിഡൻ്റാണ്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് തിനാസ് in molding social life of ancient
അപ്പോൾ ടൈപ്പ് ഓഫ് തിണ ഇമ്പോർട്ടൻ്റ് ആണ്. കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി റീജിയൻ ആണ്. അവിടുത്തെ ഓക്യുപ്പേഷൻ ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്, ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ ഇതാണ്. ഇനി മുല്ലൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രാസ് ലാൻഡ് ആണ്, റെയറിങ് ഓഫ് കാറ്റിൽ. പാലൈ ഡ്രൈ ലാൻഡ് ആണ്, സ്റ്റീലിംഗ് കാറ്റിലാണ്. മരുതം വെറ്റ് ലാൻഡ് ആണ്, റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. നെയ്തൽ എന്ന് പറയുന്ന കോസ്റ്റൽ റീജിയൻസ് ആണ്, അവിടെ ഫിഷിംഗ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മാപ്സ്. ക്ലാസിഫൈ മാപ്സ് ഓൺ ഫങ്ഷൻസ്. ഫങ്ഷൻസ് അനുസരിച്ച് മാപ്സിനെ ക്ലാസിഫൈ ചെയ്യാനാണ് 2 തരമാണുള്ളത്. ഒന്ന് ഫിസിക്കൽ മാപ്പും രണ്ടാമത്തേത് കൾച്ചറൽ മാപ്സും ആണ്. ഇനി മെൻഷൻ ദ യൂസസ് ഓഫ് ദ ഗിവൺ മാപ്സ്. ആസ്ട്രോണമിക്കൽ മാപ്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ ദ സ്റ്റഡി ഓഫ് സെലസ്ട്രിയൽ ബോഡീസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫങ്ഷൻ മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ദേ ആർ ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് റെപ്രസെൻറ്റിംഗ് കൾച്ചറൽ ഫീച്ചേഴ്സ് ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. നെക്സ്റ്റ് കൾച്ചറൽ മാപ്സ് റെപ്രസെൻറ്റിംഗ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് കോൾഡ് കൾച്ചറൽ മാപ്സ്. ഇനി യൂസസ് ഓഫ് മാപ്സ് ആണ്. അസ്ട്രോണമിക്കൽ മാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. പൊളിറ്റിക്കൽ മാപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. വെതർ മാപ്പ് ഫോർ മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 16 ക്വസ്റ്റ്യൻ. How did the centralized administrative system of Mauryans influence the economic activities of the country? Explain. Centralized administrative system of the Mauryas influenced in economic activities of the country. The conquered region were brought under cultivation. അവർ കീഴടക്കിയ പ്രദേശങ്ങളൊക്കെ അവർ കൃഷി ആരംഭിച്ചു. ഇറിഗേഷൻ ഫെസിലിറ്റീസ് വെർ അറേഞ്ച്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചറിൽ ഡെവലപ്പ് ആവാൻ വേണ്ടി, അത് പുരോഗതിക്കാൻ വേണ്ടിയിട്ട് ജലസേചന സൗകര്യങ്ങളൊക്കെ അവരൊരുക്കി. ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. അപ്പോൾ അഗ്രികൾച്ചർ കൃഷി പുരോഗമിച്ചു, അതേപോലെ വില്ലേജസും പുരോഗമിച്ചു. അപ്പോൾ അവിടെ എന്തുണ്ടായി? ട്രേഡിൽ, ബിസിനസ്സിൽ വളരെ വലിയ വളർച്ചയുണ്ടാക്കി. റോഡ്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. റോഡ്സൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒരു ലൈക്ക് ഇടാനും മറക്കരുത്.